ആ ഗൈസ് ഇറ്റ്സ് എൻ യൂഷ്വൽ ഈവനിങ്. സോ ഉമ്മച്ചി താഴെ ആടിനെയൊക്കെ മേയ്ക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഇപ്പോഴും ഇവിടെ കൊണ്ടുപോകും. ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ അവൾ ഓടിപ്പോവും. പിന്നെ ഉമ്മച്ചി കയറി വരുമ്പോഴായിരിക്കും കയറി വരുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാലാട്ടിക്കൊണ്ട് നിൽക്കുന്നത്. എപ്പോൾ പുറത്ത് ചാടാന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് തുറന്നു കൊടുക്കാം. തുറന്നു കൊടുക്കുമ്പോൾ സന്തോഷത്തിൽ ഒരു റൗണ്ട് ഫുൾ ഓടും. എന്നിട്ട് താഴേക്ക് പോകും. താഴേക്ക് ചെന്നപ്പോൾ ആ ഒരാളിവിടെ നിൽപ്പുണ്ട്. ആക്ച്വലി ഇവിടെ വരുമ്പോൾ പീസ്ഫുൾ ആണ്, ഇങ്ങനെ നേച്ചറൊക്കെ കാണാൻ. പക്ഷെ ഭയങ്കര കൊതുവാണ് ഗൈസ്. അതാണ് വേറെ കാര്യം. കുരുമുളകൊക്കെ പിടിച്ച് തുടങ്ങി. വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കുറച്ചെണ്ണൊക്കെ പിടിച്ചിട്ടുണ്ട്. ഐ തിങ്ക് യു ക്യാൻ സീ ഇറ്റ്. അപ്പൊ ഞാൻ പിന്നെ കുറച്ച് നടന്നപ്പോ നമ്മളെ ടീംസ് ഒക്കെ ഇവിടെ നിന്ന് മേയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ മുന്നത്തെ വീഡിയോസും ഷോർട്സും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇവരെയൊക്കെ അറിയാമായിരിക്കും. അപ്പൊ അവരൊക്കെ ഇവിടെ മെയ്യാണ്ട് നമ്മുടെ പുരയിടമൊന്നും അല്ല, താഴേക്കുള്ള വേറെ ആരുടെയൊക്കെയാണ്. ഇവിടെ കുറെ പുല്ലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവരെ നമ്മൾ മേയ്ക്കാനായിട്ട് ഇവിടെ കൊണ്ടുവരും. അങ്ങനെയാണ്. അപ്പൊ അവരൊക്കെ ഇവിടെ നിന്ന് മെയ്യട്ടെ. അപ്പൊ അവരുടെ വിശപ്പും പിന്നെ നമുക്ക് കുറച്ചധികം ഫുഡ് കുറച്ചൊന്ന് കൊടുത്താൽ മതി. വേറൊരാളെ നിങ്ങൾ കണ്ടോ, അതാണ് ഇവിടുത്തെ ഗാർഡിയൻ. ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ചുകൂടി താഴേക്ക് ഇങ്ങനെ നടന്നു വന്നു. അപ്പൊ ഇതാ ഒരാള് വിഷമിച്ച് നടക്കുന്നത്. എന്റെ ഫ്രണ്ട്സ് വരായിരുന്നു, പക്ഷെ ഇപ്പൊ അവരെ കണ്ടിട്ട് കുറെ ആയി. അവരെ നോക്കിക്കോ നിൽക്കുക. ആ സൈഡിൽ നിന്നായിരുന്നു അവർ വരുന്നത്. ആക്ച്വലി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഗൈസ്? എനിക്ക് ഈ ഹോളിവുഡ് മൂവീസിലൊക്കെ നമുക്ക് ഈ ഫോറസ്റ്റിന്റെ ഒരു തീം അവർ കാണിച്ചു തരുമ്പം ഇങ്ങനെ ഒരു ഓവറോൾ ഒരു ഫോറസ്റ്റിന്റെ ഒരു വ്യൂ അവർ തരും ഫിലിംസിലൊക്കെ. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഞാൻ തിരിച്ചു കയറി വന്നപ്പോഴാണ് ഗോൾഡ് എന്തോ ഡിസ്റ്റർബ്ഡ് ആയിട്ട് അവിടെ ഇരിക്കുന്നത്. എനിക്ക് ആക്ച്വലി ആദ്യം പിടികിട്ടിയില്ല. പിന്നെ കുറച്ചുകൂടി നോക്കിയപ്പോഴാണ് ഇവിടെ വേറൊരാളിരിക്കുന്നത് ഞാൻ കണ്ടിട്ട്. നിങ്ങക്ക് കാണാമല്ലോ. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, ചേരയാണ് ഗൈസ് ഇത്. ഡേഞ്ചറസ് അല്ല, പക്ഷെ എന്നാലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കാറ്റി ഗോൾഡും ഒക്കെ ഉള്ളത് കൊണ്ട്, ഏപ്രിലും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഇഴജന്തുക്കള് അധിക ശല്യമില്ല. എന്നാലും ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നോക്ക് ഗൈസ് കണ്ണ്.